കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഒക്കെ ഇന്നത്തെ ആ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന അപർണയുടെ ഫോണിലേക്ക് അപർണയുടെ ഫ്രണ്ട് വിളിക്കുകയാണ്. പിന്നീട് ആരാണ് ആ ഫോൺ നമ്പറിന്റെ ഉടമ എന്നുള്ള സത്യങ്ങളൊക്കെ അപർണയോട് പറയുകയാണ്. അപ്പൊ അപർണ ചോദിച്ചു, ഗീതാഞ്ജലിയോ? അങ്ങനെ ഒരു പേരിലാണ് ആ സിം എടുത്തിരിക്കുന്നത് ചോദിക്കണം. അതേ പറഞ്ഞെങ്കിൽ ആ പേര് തന്നെ എടുത്തിരിക്കുന്നത്. അല്ല, അവരുടെ ഫുൾ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ? അതൊക്കെ ഞാൻ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മനസ്സിലാവുമെന്ന് പറയാം. അപർണയ്ക്ക് വല്ലാത്തൊരു ടെൻഷനായി. അപർണയ്ക്ക് പെട്ടെന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ആ ഡീറ്റെയിൽസ് നോക്കുകയാണ്. അപ്പൊ ഗീതുവിന് ഫുൾ അഡ്രസ്സ് അതിനകത്ത് കണ്ടു. ആകെപ്പാടെ തല കറങ്ങുന്ന പോലെ അപർണയ്ക്ക്. അപ്പൊ ഇവളായിരുന്നോ തന്നെ ഇത്രയും നാളും പറ്റിച്ചുകൊണ്ടിരുന്നേ? തന്റെ കിച്ചുവിനെ സ്വന്തമാക്കാനായിട്ട് ഇവളായിരുന്നു ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എല്ലാവരുടെയും കൺമുന്നി വെച്ച് കിച്ചുവിനോട് ദേഷ്യമാണെന്ന് അഭിനയിച്ചിട്ട് ഇവർ രണ്ടുപേരും ഇപ്പൊ സ്നേഹിക്കുമായിരുന്നോ? അതൊക്കെ ഓർത്തപ്പോ അപർണയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്നാലും ഈ ചതി അവൾക്ക് എന്നോട് എങ്ങനെ ചെയ്യാൻ തോന്നി? ആ ഒരു ചിന്തയായിരുന്നു അപർണയുടെ ഉള്ളില്. പെട്ടെന്ന് അപർണയെ ഓരോ കാര്യങ്ങളൊക്കെ ഓർക്കുക. ഇന്നലെ രാത്രി ഫോൺ വിളിച്ച് മെസ്സേജ് അയച്ച് ഇത്ര വൃത്തികെട്ട മെസ്സേജൊക്കെ ഗീതുവിന് അയക്കാൻ പറ്റുമോ? അതും അങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട്. പിന്നീട് അപർണയുടെ മനസ്സിലിങ്ങനെ ഓർക്കുവാണ്. അവളിങ്ങനെ അവിടെ കിടന്ന് വിളിക്കുന്നേ, കിഷോറിനെ വിളിക്കുന്നേ. ഗീത് ബെഡിൽ കിടന്ന് കിഷോറിനെ വിളിക്കുന്നു. അവസാനം ഉമ്മ കൊടുത്തതൊക്കെ നമുക്ക് രാത്രി വിളിക്കാൻ കാണാന്നൊക്കെ പറഞ്ഞ്. എൻ്റെ ഭഗവാനെ, എന്താ എനിക്കൊന്നും വിശ്വസിക്കാനും പറ്റുന്നില്ല, വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യും? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഓർത്ത് അപർണയ്ക്ക് അവിടെ തളർന്നിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഈ സമയത്താണ് ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അപർണയ്ക്ക് ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും രാധിക മാഡത്തിൻ്റെ കോളാണ് വരുന്നത്. ഹലോ, പറഞ്ഞോളാം പറയണം. അതെ, ഞാൻ രാധിക മാഡം. മനസ്സിലായി മാഡം. എന്താ പറഞ്ഞു? എനിക്ക് അപർണകേനെ ഒന്ന് കാണണോ എന്ന് പറയാണ്. അല്ല, എന്താ മാഡം, എന്തിനാ കാണണമെന്ന് പറഞ്ഞേ? അത് രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാ, അതിപ്പോ ഫോണിൽ പറയാൻ പറ്റുന്ന കാര്യമല്ല. അല്ല, എന്തുണ്ടെങ്കിലും മാഡം പറഞ്ഞു. അതൊന്നും നമുക്ക് നേരിട്ട് പറയാം. ഒരു കാര്യം ചെയ്യാം, നാളെ ഞാൻ അറക്കൽ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. അത് വേണ്ട, ഇങ്ങോട്ട് വന്നാൽ ശരിയാവത്തില്ല. നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം. ഞാൻ ആ പ്ലേസ് എവിടെയാന്ന് കൃത്യമായിട്ട് അപർണയോട് പറഞ്ഞുതരാം. പിന്നെ ഒരു കാരണവശാലും ഇത് കിഷോറോ ഗോവിന്ദ ഗീതോ ആരും അറിയാൻ പാടില്ലെന്ന് പറയാം. ശരി മാഡം, ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുവാണ്. എന്തായിരിക്കും അവർക്ക് തന്നോട് പറയാനുള്ളത്? നീ ഇപ്പം ഈ ഗീതുവിൻ്റെയും കിഷോറിൻ്റെയും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അറിഞ്ഞു കാണുമോ? ഒന്നും ഓർത്തിട്ട് സമാധാനം കിട്ടുന്നില്ല എന്ന് ഓർത്തിരിക്കുക. ഈ സമയത്ത് വരുൺ രാധികാമ്മ വിളിച്ചു. അല്ലമ്മേ, ഈ പ്ലാനുകളൊക്കെ വിജയിക്കുമോ? ഇപ്പൊ അപർണയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപർണയെ വിശ്വസിക്കാൻ പോകുന്നുണ്ടോ? അപർണയ്ക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അപർണയ്ക്ക് ചിലപ്പോൾ ഗീതുവിനോടോ ഗോവിന്ദനോട് ചോദിച്ചെന്നിരിക്കും. അപ്പൊ അവർ സത്യങ്ങളൊക്കെ തുറന്നു പറയില്ലേന്ന് ചോദിക്കുകയാണ്. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലടാ. ഈ കാര്യത്തെക്കുറിച്ച് ഗോവിന്ദ് എങ്ങനെ അപർണയോട് ചോദിക്കുന്നേ? ഗോവിന്ദന് നാണക്കേടല്ലേ? ഇങ്ങനെ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുമോ? പിന്നെ ഗീതുവിന് ഇത് ചോദിക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഇത് ചെയ്യാന്ന് വെച്ച. ഇനി അവള് വരട്ടെ, അവളോട് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാന്ന് പറയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ കാറ് വന്ന് നിൽക്കുന്നുണ്ട്. കാറിന് ഗോവിന്ദ് ഇറങ്ങുക. നിലത്ത് കാല് തുറക്കുന്നില്ല, ആടി ആടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഒരു വിധത്തിൽ ഇങ്ങനെ കയറുമ്പോഴത്തേനും രഞ്ജു കണ്ടു മോളി നിന്നിട്ട് ഗോവിന്ദേട്ടൻ വരുന്നത്. രഞ്ജു പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി ഇങ്ങോട്ട് ചെല്ലുവാണ്. ചെന്നിട്ട് പിടിക്കുവാണ്. ഇതെന്താ ഗോവിന്ദേട്ടൻ ഇങ്ങനെ? ഇതിന് ഇത്രമാത്രം മദ്യപിച്ചത് എന്താ? ഇതുവരെയായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ, ആദ്യമായിട്ടാണല്ലോ എന്ന് ചോദിക്കുവാണ്. ഈ സമയത്ത് മോളിന്ന് രാധികാമ്മ വരണ്ടോ? അതേ, ആ കിഷോർ കൊടുക്കുന്ന പണിയൊക്കെ ഏക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. അവൻ നന്നായിട്ട് മദ്യപിച്ചിട്ടാണ് വന്നേക്കുന്നത്. അതിനർത്ഥം എന്താ? ഗീതുവിന് സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ കണ്ണൻ ഈ ഇടയായിട്ടൊന്നും ഇങ്ങനെ മദ്യപിച്ച് കണ്ടിട്ടില്ലോ എന്ന് പറയണം. വരുണും പറഞ്ഞ് ശരിയാന്ന് പറയാണ്. പിന്നീട് രഞ്ജു പതുക്കെ ഒരു വിധത്തിൽ താങ്ങി എടുത്തുകൊണ്ട് വരുവാണ്. അപ്പൊ രേഖയും കാഞ്ചനയും ഗീതും എല്ലാം കൂടെ അങ്ങോട്ട് വന്നു. അവര് കണ്ടു ആ കാഴ്ച ഇങ്ങനെ താങ്ങി എടുത്തുകൊണ്ട് വരുന്നത്. ഈ കാഴ്ച കണ്ടപ്പത്തേനും പതുക്കെ കാഞ്ചന എന്ത് ചെയ്യുവാണ്, ഗീതുവിന്റെ അടുത്തേക്ക് എന്നിട്ട് ഗീതുപ്പാപ്പ നോക്കിയ താഴേക്ക് ആ കാഴ്ച കാണ്. താങ്ങി എടുത്തോണ്ടല്ലേ വരുന്നത്. അവള് രഞ്ജു ഗോതമാമനെ കുപ്പിയിലാക്കിയെന്നാ തോന്നുന്നത്. കുപ്പിയിലാക്കിയെന്നോ? അതെ അതെ, കുപ്പിയിലാക്കിയിട്ടുണ്ടെന്ന് പറയാണ്. അതുകൊണ്ടല്ലേ ഇപ്പൊ താങ്ങിയെടുത്തെന്ന് പറയാൻ പറ്റൂല. എടുത്ത് തോളത്ത് വെച്ചോണ്ട് വരുന്ന പോലെയല്ലേ വരുന്നേ. ആ കാഴ്ചയൊന്നും കാണും. ഗീതുപ്പാപ്പയല്ലേ ശരിക്കും ഭാര്യ? ഗീതുപ്പാപ്പയല്ലേ ഇതൊക്കെ ചെയ്യണ്ടേ? എന്നിട്ടിപ്പോ ഫ്രണ്ടാന്ന് പറഞ്ഞ് വന്നോളാണ്ടേ എടുത്തോണ്ട് വരുന്നു. ഗീതുപ്പാപ്പ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അവസാനം ഗോവിന്ദമാമനെ അടിച്ചോണ്ട് അവൾ അങ്ങോട്ട് പോകുന്നു പറയണം. ഇതെന്താ കാഞ്ഞ നീ ഇങ്ങനെയൊക്കെ പറയണേ? ഞാനുള്ള കാര്യം ഗീതുപ്പാപ്പ പറഞ്ഞേ. ഗീതുപ്പാപ്പ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞേ. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനിയിപ്പൊ ഗീതുപ്പാപ്പയുടെ ഇഷ്ടം എന്ന് പറയണം. രേഖ വന്നിട്ട് പറഞ്ഞു, ഗീതു ഞാൻ ഒന്നും കാര്യമാക്കണ്ട കേട്ടോ, നീ പോയി ഒന്ന് പിടിച്ചോണ്ട് വരാൻ പറയണം. രേഖ പെട്ടെന്ന് ഗീതു പറഞ്ഞു, ഞാൻ പോയി പിടിച്ചോണ്ട് വരാം. പിന്നെ ഇപ്പൊ ഞാൻ പിടിച്ചോണ്ട് വരാൻ പോകുന്നുണ്ട്, അവളൊന്ന് തൂക്കി എടുത്തോണ്ട് വരട്ടെ. അവളുടെ വരവ് കണ്ടില്ലേന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ പതുക്കെ
ആടി ഒളിഞ്ഞ് ഗോവിന്ദനും കൊണ്ട് വരുവാണ്. രഞ്ജുവിനെ കൊണ്ട് പറ്റുന്നില്ല. ആ മുകളിലെത്തിയാറായപ്പോഴത്തേനും രഞ്ജു പകുതി എത്തിനും മടുത്തു പോവാണ്. അപ്പൊ കാഞ്ചന പറഞ്ഞു, ഗീതപ്പാപ്പ പോയി എടുത്തോണ്ട് വരാൻ പറയണം. പിന്നെ കാഞ്ചനക്ക് എത്ര ബുദ്ധിമുട്ടാണ്, കാഞ്ചന പോയി താങ്ങി എടുത്തോണ്ട് പോവാ, എന്നെ കൂടെ പറ്റില്ലെന്ന് പറയണം. അവളല്ലേ തൂക്കിയെടുക്കുന്നേ, അവളങ്ങ് എടുക്കട്ടെ എന്ന് പറയാണ്. പെട്ടെന്ന് ഗോവിന്ദൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്നെ ചതിച്ചു, എന്നാലും എന്നെ ചതിക്കാൻ പാടില്ലായിരുന്നു, എന്റെ ജീവിതം തകർന്നു പോയെന്നൊക്കെ. അപ്പൊ രഞ്ജു ചോദിക്കുന്നുണ്ട്, എന്താ ഗോവിന്ദട്ടെ പറയണേ, ഇത്ര മാത്രം എന്തിനായി കുടിച്ചേ, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവന് ഗോവിന്ദൻ പറയണ, എന്നെ ചതിച്ചോണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്, അല്ല ഞാനിങ്ങനെ കുടിക്കില്ലായിരുന്നൊക്കെ. പക്ഷെ രഞ്ജുവിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. ചതിച്ചെന്നൊക്കെ പറയുന്നുണ്ട്, ആരെ എന്താണെന്നും അറിയത്തില്ല. അവസാനം ഒരു വീഴ്ത്തി മുകളിലേക്ക് കൊണ്ടുവരുവാണ്. സ്റ്റെയറിൽ മുകളിലെത്തിയപ്പോൾ തന്നെ രഞ്ജു ഒരു പരുവത്തിനായി പോയി. പെട്ടെന്ന് രഞ്ജുവിന്റെ പിടി വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും നേരെ ഗോവിന്ദ് പോയി രാധികാമ്മയുടെ മേത്തേക്ക് വീഴുവാണ്. ഇതെന്താ കണ്ണാത്, നീ എന്തിനാ ഇത്രമാത്രം കുടിച്ചേ? നീ ഇതുവരെയായിട്ട് ഇങ്ങനെ കുടിച്ച് കണ്ടിട്ടില്ലല്ലോ, നിനക്ക് എന്താ പറ്റിയത്? എന്താണെങ്കിലും അമ്മയോട് തുറന്നു പറ എന്ന് രാധികാമ്മ പറയാണ്. പെട്ടെന്ന് ഗോവിന്ദൻ പറഞ്ഞു, എന്നെ ചതിച്ചെന്ന് പറയാണ്. ആര് ചതിച്ചെന്നാ പറഞ്ഞേ? പെട്ടെന്ന് വരുൺ അവിടെ നിൽക്കുന്നുണ്ടോ. വരുണിന്റെ നേർക്ക് കൈ ഇങ്ങനെ ചൂണ്ടുവാണ്. ഓഹോ, നീയാണല്ലേ എന്നെ ചതിച്ചേന്ന് ചോദിക്കുകയാണ്. വരുൺ ഞെട്ടി. പെട്ടെന്ന്, നീയല്ല, ഈ കൂടത്തിൽ വേറെ ആരാണ് ഇങ്ങനെ എല്ലാവരും നോക്കണം. അപ്പൊ കാഞ്ചനയുടെ നേരെ ചെന്നു. കാഞ്ചന പറഞ്ഞു, ഞാനാരും ചതിച്ചിട്ടൊന്നുമില്ല, ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല എന്ന് പറയണം. അവസാനം ഗീതു അവിടെ നിൽക്കുന്നുണ്ട്. നീയാണോ എന്നെ ചതിച്ചേ? ഇല്ല, നിങ്ങൾ ആരുമല്ല, ഞാൻ തന്നെ എന്നെ ചതിച്ചേ, ഞാൻ എന്നെ ചതിച്ചെന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ഗീതു പറഞ്ഞു, ഇനി വിട്ടേറെ, എനിക്ക് കൊണ്ടുപോകാനറിയാം, ഞാൻ മുറിയിലേക്ക് കൊണ്ടുപോട്ടെ, ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് ഞാൻ തീർത്തോളാം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനെ പിടിച്ച് ഒരു വിധത്തിൽ മുറിയിലേക്ക് കൊണ്ടുപോവാണ് ഗീതു. അവിടെ കൊണ്ട് ബെഡിലേക്കും കിടത്തുമ്പത്തേനും ഗോവിന്ദ് പെടന്നങ്ങോട്ട് വീണു. ഗീതു പറഞ്ഞു, എൻ്റെ നടുപൊളിക്ക് പണ്ടാരം, ഈ നല്ല ദേഷ്യം വരുന്നു, നാളെ നേരം വെളുത്തോട്ടെ, കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഗീതു നിൽക്കുവാണ്. ഈ സമയത്ത് രേഖയും കാഞ്ചനയും രഞ്ജുവും കൂടെ അങ്ങോട്ട് വരണേ. അപ്പൊ അവര് വന്ന് വാതൊക്കെ നിൽക്കുവാണ്. രഞ്ജു പെട്ടെന്ന് അതിൻ്റെ അകത്തേക്ക് കയറാൻ നോക്കി. അപ്പൊ ഗീതു എന്ത് ചെയ്യുക, ഗോവിന്ദന് കണ്ണിലുള്ള കണ്ണട അങ്ങ് ഊരി മാറ്റുവാണ്. അപ്പം രഞ്ജു വന്നിട്ട് പറഞ്ഞു, കണ്ണട മാത്രം ഊരി മാറ്റിയ പോരാ, ഷൂസൊക്കെ ഊരി മാറ്റണം എന്ന് പറയാം. എന്നാൽ ഷൂസ് മാത്രം ആക്കണ്ടേ, നീ ഇങ്ങോട്ടൊന്ന് ബാക്കിയെല്ലാം കൂടെ ഊരി മാറ്റാൻ പറയണം. അപ്പൊ കാഞ്ചന പറഞ്ഞു, ഗീതുപ്പാപ്പ, രഞ്ജു മിക്കവാറും എല്ലാം ഊരി മാറ്റുന്ന ലക്ഷണമുണ്ട് കാണുന്നതെന്ന് പറയണേ. രഞ്ജു പെട്ടെന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങുകയാണ്. ഗീതു പറഞ്ഞു, ഈ മുറിക്കകത്തേക്ക് കയറിപ്പോയാലേ, കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ഗീതു ആരാന്നറിയും, ഗീതു ഭാര്യ, ഗീതുവിനറിയാം ഗോവിന്ദന്റെ കാര്യങ്ങളൊക്കെ നോക്കാനെന്ന് പറയണം. ഇതൊന്ന് രഞ്ജു മൈൻഡ് ചെയ്താൽ കയറാൻ വന്നതിന് ഗീതു, നീ ഇങ്ങോട്ട് കയറണ്ട, നിന്റെ മുടി അപ്പടി പൊഴിയുന്ന, ഇവിടെ മൊത്തം മുടിയായിരിക്കും എന്ന് പറയണം. ഈ സമയത്ത് കാഞ്ചന പറഞ്ഞു, മുടി പൊഴിയുന്നുണ്ടെങ്കിലേ നല്ല ചെമ്പരത്തി താഴെ ഇട്ടങ്ങോട്ട് മുടി കഴിയാൽ മതി, മുടി പൊഴിച്ചിലൊക്കെ അങ്ങോട്ട് നിൽക്കുമെന്ന് പറയണം. രഞ്ജുവിന് ദേഷ്യം വന്നു. രഞ്ജു പറഞ്ഞു, അതെ, ഗോവിന്ദന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്ക് അവകാശമുണ്ടെന്ന് പറയാം. അപ്പൊ ഗീതു പറഞ്ഞു, എന്നാ നീ അത് പോയി ആദ്യം തെളിയിച്ചിട്ട് വാ, എന്നിട്ട് മതി, ഇപ്പൊ ഭാര്യയായിട്ട് ഞാൻ ഇവിടെ ഉള്ളപ്പം നിന്റെ സഹായം ഇവിടെ ആവശ്യമില്ലെന്ന് പറയണം. രഞ്ജുവിന് അടിയേറ്റവലെ രഞ്ജു അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഗീതുവിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ഗീതു ആ കട്ടിലേരിക്കുവാണ്. ഗോവിന്ദ ഇങ്ങനെ ഓരോ പിച്ചും പേയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അവസാനം ബോധമില്ലാതെ കിടന്നങ്ങോട്ട് ഉറങ്ങുവാണ്. പിന്നീട് രഞ്ജു മുറി വന്നിട്ട് രഞ്ജുവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഓരോന്ന് ആലോചിച്ചിട്ട് കിടക്കുമ്പോൾ കാഞ്ചന അങ്ങോട്ട് കയറി വരുന്നേ. കാഞ്ചന നോക്കിയപ്പോൾ രഞ്ജു കഥമൊക്കെ തുറന്നിട്ടാ കിടക്കണേ. ഓഹോ, അപ്പൊ അതാണ് കാര്യം, എന്റെ ദൈവമേയും ഗോതമ്മാമനെ കാത്തോണേ. അപ്പൊ കഥവും തുറന്നിട്ട് കാത്തിരിക്കുവള്, കൊള്ളാലോ ആള്. പെട്ടെന്ന് രഞ്ജു അവളെ കാഞ്ചനയെ കാണും. അല്ല, എന്താ കാഞ്ചനൊക്കെ അവിടെ നിൽക്കണേന്ന് ചോദിക്കണം. അല്ല, രഞ്ജു പാപ്പ ഉറങ്ങുമെന്ന് അറിയാൻ വേണ്ടി. ഞാൻ ഉറങ്ങുക എന്തേലും ചെയ്തോളാം, അതിന് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പോകാൻ പറയാണ്. പെട്ടെന്ന് കാഞ്ചന അകത്തേക്ക് കയറി വരുക. അല്ല, കഥകൊക്കെ ഒന്ന് തുറന്നിട്ട് ഉറങ്ങുന്നത് ശരിയല്ലെന്ന് പറയാണ്. ഞാൻ ഇങ്ങനെ കഥയൊക്കെ തുറന്നിട്ട് ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭർത്താവ് ലൈൻ അടിക്കുന്നതിന് മുമ്പ്, അതിനുശേഷം ഞങ്ങൾ സ്നേഹത്തിലായതിനു ശേഷം കഥയൊക്കെ അടച്ചിട്ടാ ഉറങ്ങുള്ളൂ, ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടാ ഉറങ്ങുള്ളൂ എന്ന് പറയണേ. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യോ ഓഫ് ആക്കുവോ എന്ത് വേണം ചെയ്തോളാം, എൻ്റെ കൺമുന്നിൽ നിന്ന് പോയി തരാമെന്ന് ചോദിക്കണം. ഞാൻ പോയേക്കാം, ഞാനിപ്പോൾ ഒരു ശല്യം ആവുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന തിരിഞ്ഞു നോക്കി ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. രഞ്ജുവിന് ആ പടം ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. രഞ്ജു അവിടെ ഇങ്ങനെ ഗോവിന്ദനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.